മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് ചെലവൂരിൽ പെൺകുട്ടിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. മൂഴിക്കൽ സ്വദേശി നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. 16 വയസ്സായിരുന്നു. ബന്ധുവായ അദ്നാൻ എന്ന യുവാവാണ് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന യുവാവിനെ സ്വഭാവ ദൂഷ്യം കാരണം 4 മാസം മുമ്പ് വീട്ടിൽ നിന്നും മാറ്റുകയായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അതിപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റില്ല. അപ്പൊ അത് പോസിബിൾ സൂയിസൈഡ് ആണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പോലീസ് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല അല്ലേ? എന്താണ് ഇത് സംഭവിച്ചത്? എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം? എന്താണ്? സയ്യിദ്, തീർച്ചയായും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ചിത്രം ലഭിക്കൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 16 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നസ്രീന എന്നാണ് പേര്. ഈ കുട്ടിയുടെ ബന്ധു കൂടിയായ, അതായത് സഹോദരിയുടെ മകൻ കൂടിയായ അദ്നാൻ എന്ന യുവാവാണ് ഈ കൊലപാതകം നടത്തിയത്. ഇതിനുശേഷം സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്. മുകൾ നിലയിൽ, വീടിന്റെ മുകൾ നിലയിലെ 2 മുറികളിലായാണ് 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് രാവിലെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ശേഷം പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ഈ അദ്നാൻ എന്നയാൾ 20 വയസ്സുള്ള ആളാണ്. ഇയാൾ ഏറെ നാള് ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇയാളെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറ്റിയിരുന്നു. മൂഴിക്കിൽ നിന്നും ഏതാണ്ട് 10-15 കിലോമീറ്റർ ദൂരം ഉള്ള ഒരു സ്ഥലത്താണ് ഇയാളുടെ വീടുള്ളത്. അങ്ങനെ മാറ്റുകയും ചെയ്തു. ചില പ്രശ്നങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 2-3 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾക്ക് പെരുമാറ്റ ദൂഷ്യമുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ പറയുന്നു. മറ്റൊന്ന്, പണവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പണാപഹരണം പോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് അടുത്ത ബന്ധു കൂടിയായ ഇയാളെ വീട്ടിൽ നിന്നും മാറ്റി ഈ അദ്നാന്റെ വീട്ടിലേക്ക് തന്നെ വിടുന്നത്. ഇതിന്റെ ഒരു പക ആണ് ഇയാളെ ഇത്തരമൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട് പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ കള്ളത്താക്കോൽ സംഘടിപ്പിച്ച് വീടിനകത്ത് കയറിയ ശേഷം കഴുത്ത് ഞെരിച്ച് ഈ പെൺകുട്ടിയെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു മുറിയിൽ കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ഇത്തരമൊരു കടുത്ത പകയ്ക്ക് ഇയാളെ പ്രേരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പോലീസ് സ്ഥലത്തെത്തുകയും മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് ഈ യുവാവ് ഈ വീട്ടിൽ താമസിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യം, അന്ന് എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് ഉള്ളിൽ കടന്നത്, ഒപ്പം ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മയെ അടക്കം കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നും ചില വിവരങ്ങളൊക്കെ നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇത് ഒരു കൊലപാതകവും തുടർന്നുള്ള ഒരു ആത്മഹത്യയും എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴിത് പരിഗണിക്കുന്നത്. മറ്റ് തെളിവുകൾ ലഭിച്ച ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകാം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും 2 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ദുരൂഹതകൾ തീർക്കണം പോലീസ്. അതിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.